ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നാർസിസിസ്റ്റിക് വുമൺ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നാർസിസിസ്റ്റിക് ആയിട്ടുള്ള സ്ത്രീകളെ പറ്റിയിട്ടാണ് ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നാർസിസം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഏറ്റവും കൂടുതൽ നാർസിസം കാണുന്നത് പുരുഷന്മാരിലാണ് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതിനർത്ഥം നാർസിസ്റ്റിക് ആയിട്ടുള്ള സ്ത്രീകളില്ല എന്നല്ല, നാർസിസ്റ്റിക് ആയിട്ടുള്ള സ്ത്രീകളുണ്ട്. ഇപ്പോൾ കണക്കുകൾ പ്രകാരം പറയുകയാണെങ്കിൽ നമുക്കെപ്പോഴും ഒരു 65% നാർസിസം പുരുഷന്മാരിൽ കണ്ടുവരുന്നുണ്ടെങ്കിൽ ഒരു 35% സ്ത്രീകളിലും കണ്ടുവരുന്നുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ പുരുഷന്മാരിൽ കണ്ടുവരുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അത് ഡീപ്പായിട്ട് പഠിക്കുകയാണെങ്കിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. സൂപ്പർഫിഷ്യലായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ളൊരു സമൂഹമായതുകൊണ്ടും ഇപ്പോൾ നാർസിസത്തിലെ പല ട്രെയ്റ്റ്സും ഗ്രാൻഡ്യോസിറ്റി, എൻറ്റൈറ്റിൽമെൻറ്റ്, എന്താ പറയുക, വയലൻസ്, ആഗ്രഷൻ, സെക്ഷൽ വയലൻസ്, റേപ്പ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പുരുഷന്മാരിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് എന്നുള്ളത് കാരണം തന്നെയാണ് നാർസിസം കൂടുതൽ പുരുഷന്മാരിലുള്ളത്. ആ ഒരു പ്രിവിലേജുകൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നവരാരാണോ അവരിലാണ് കൂടുതൽ കറപ്റ്റഡ് ആവാനും നാർസിസ്റ്റിക് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ഉണ്ടായി വരാനും ഉള്ള കാരണം. അപ്പോൾ എന്ന് കരുതി സ്ത്രീകളിൽ നാർസിസം ഇല്ല എന്നല്ല. ഇത് ഞാൻ എപ്പോഴും എടുത്ത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറയാം. പിന്നെ ഒരു കാരണമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ ഈ ഒരു പുരുഷന്മാരെ കുറിച്ച് കൂടുതലായിട്ട് ഞാൻ പറയുന്നു, സ്ത്രീകളെ പറ്റിയിട്ട് പറയുന്നില്ല എന്നൊരു ആരോപണം ഇപ്പോൾ സ്ഥിരമായിട്ട് കമൻറ്റുകളിൽ വരാറുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, സ്ത്രീകളിലെ നാർസിസത്തെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ സ്ത്രീകളിലെ നാർസിസ്റ്റിക് ആയിട്ടുള്ള സ്ത്രീകളെ പറ്റിയാണ് സംസാരിക്കുന്നത്, സ്ത്രീകളെ പറ്റിയല്ല. പുരുഷന്മാരിലെ നാർസിസത്തെ പറ്റി പറയുമ്പോൾ നാർസിസ്റ്റിക്കായ പുരുഷന്മാരെ പറ്റിയാണ് പറയുന്നത്, പുരുഷന്മാരെ പറ്റിയല്ല. ഈ പുരുഷൻ വേഴ്സസ് സ്ത്രീ എന്ന് പറയുന്നൊരു സാധനം ഇതിൻ്റെ ഇടയിലേക്ക് കുത്തിക്കയറ്റേണ്ട യാതൊരു കാര്യവുമില്ല. അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജെൻഡർ തമ്മിലുള്ള ഒരു ഫൈറ്റായിട്ട് ഇതിനെ കാണേണ്ട യാതൊരു ആവശ്യമില്ല. ഇത് നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരുടെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയും. അപ്പോൾ നമുക്ക് നാർസിസ്റ്റിക് വുമൺ എന്നുള്ള ഇന്നത്തെ വീഡിയോയുടെ സ്ത്രീകളുടെ, നാർസിസ്റ്റിക് ആയിട്ടുള്ള സ്ത്രീകളുടെ സയൻസ് എന്താണ്, നാർസിസ്റ്റിക് ആയിട്ടുള്ള സ്ത്രീകൾ എങ്ങനെയാണ് സമൂഹത്തിൽ കാണപ്പെടുന്നത്, അവരുടെ അങ്ങനെയുള്ള സ്ത്രീകളെ എങ്ങനെയാണ് നമുക്ക് സ്പോട്ട് ചെയ്യാൻ കഴിയുന്നത്, ആ ഒരു സയൻസ്, ആ ഒരു എക്സാമ്പിൾസ്, എങ്ങനെയാണ് അവർ റിയൽ ലൈഫിൽ ബിഹേവ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. സൊസൈറ്റിയിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, കെയറിങ് ആയിട്ടുള്ള, എമ്പതറ്റിക് ആയിട്ടുള്ള, ലൈക്ക് ഒരു എന്താ പറയുന്ന മദർഹുഡ്, മദർ എന്നുള്ളൊരു ഇമേജാണ് സ്ത്രീകൾക്ക് കൊടുത്തിട്ടുള്ളത്. കുടുംബ വിളക്ക്, കുടുംബ സ്ത്രീ, എന്താ പറയുക, കുടുംബസ്ത്രീ, ഈ പറയുന്ന കുലസ്ത്രീ, ഈ പറയുന്ന കുടുംബനാഥ, ഇതൊക്കെയാണ് കുടുംബമാതാവ്. ഇങ്ങനെയുള്ള പല സാധനങ്ങളുണ്ടല്ലോ. ഈ മദർഹുഡ് എന്ന് പറയുന്ന കെയറിങ് ആയിട്ടുള്ള, മക്കളെ പറ്റി വളർത്താൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരായിട്ട് ആ ഒരു രീതിയിലാണ് സ്ത്രീകൾക്ക് ഒരു പരിഗണനയും ആ ഒരു എന്താ പറയുക, ഒരു കെയറിങ് മനോഭാവത്തോടുകൂടിയാണ് സ്ത്രീകളെ കാണുന്നത്. ഇതിൽ ഫീമെയിലായിട്ടുള്ള നാർസിസിസ്റ്റുകൾ പലപ്പോഴും അതിൽ നിന്നുണ്ടാകുന്ന പല വൾണറബിളായിട്ടുള്ള കാര്യങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നവരാണ്. അപ്പോൾ അത്തരത്തിൽ ഇങ്ങനെ ഒരു സാഹചര്യം ഒരു നാർസിസ്റ്റിക് ആയിട്ടുള്ള സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടേറിയതാണ്. അവരതിലെ ഒരുപാട് ഓപ്പറേഷൻസ് ഇൻറ്റേർണലൈസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അവരങ്ങനെ ഇൻറ്റേർണലൈസ് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു വൾണറബിളായിട്ടുള്ള സിറ്റുവേഷൻസ് അവർ മാനിപ്പുലേറ്റ് ചെയ്യാനും ബാക്കിയുള്ളവരെ കൺട്രോൾ ചെയ്യാനും ഉപയോഗിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഫീമെയിൽ നാർസിസിസ്റ്റിനെ സ്പോട്ട് ചെയ്യാനുള്ള ആദ്യത്തെ സൈൻ എന്ന് പറയുന്നത് ഈ ഗ്രാൻഡിയോസ് സെൻസ് ഓഫ് സെൽഫ് എന്നുള്ളതാണ്. അവരുടെ ഗ്രാൻഡ്യൂസ് ആയിട്ടുള്ള നേച്ചർ, ഞാനാണ് എല്ലാത്തിനേക്കാളും ബെറ്റർ, ഞാനാണ് എല്ലാവരേക്കാളും ബെറ്റർ എന്നുള്ള ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാനും ഒരു ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു സുപ്പീരിയോറിറ്റി അവർക്കുണ്ട് എന്ന് വരുത്തി തീർക്കാനും ശ്രമിക്കുന്നവരാണ് ഫീമെയിൽ നാർസിസ്റ്റുകൾ. അവരെപ്പോഴും വിശ്വസിക്കുന്നത് അവർ എല്ലാവരെക്കാളും സുപ്പീരിയർ ആണെന്നുള്ളതാണ്. ചുറ്റുപാടുമുള്ള എല്ലാവരെക്കാളും, അവരുടെ സുഹൃത്തുക്കളെക്കാളും, അവരുടെ അയൽവാസികളെക്കാളും, അവരുടെ ഭർത്താവിനേക്കാളും, അവരുടെ ഫ്രണ്ട്സിനേക്കാളും, അങ്ങനെ എല്ലാവരെക്കാളും സുപ്പീരിയറാണ് താനെന്ന് സ്വയം വിശ്വസിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഫീമെയിൽ നാർസിസ്റ്റ്. അത് പല രീതിയിൽ ഈ ഗ്രാൻഡ്യൂസ് സെൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവരുടെ ഇപ്പോൾ കുട്ടികളാണെങ്കിൽ അവരുടെ കുട്ടികൾക്ക് മുന്നിൽ ഇവർ പ്രസൻറ്റ് ചെയ്യുന്നത്, നിൻ്റെയൊക്കെ ഈ ചെറിയ പ്രായത്തിൽ ഞാൻ ഭയങ്കര മിടുക്കിയായിരുന്നു, അപ്പുറത്തെ കൊച്ചിനെ കണ്ടില്ലേ, അവളുടെ പോലെയായിരുന്നു ഞാൻ, അത്രയും മിടുക്കിയായിരുന്നു, നിനക്കൊക്കെ അതിനെപ്പോലെ, നിനക്ക് അതേ ബുദ്ധിയല്ലേ നിനക്കും ഉള്ളത്, അതേപോലെയുള്ള തലയല്ലേ നിനക്കും ഉള്ളത്, എന്നിട്ട് നീ ഒന്നും ചെയ്യുന്നില്ലല്ലോ, നീ എന്താണ് ഇത്രയും നീ ഒരു കാര്യത്തിനും ശ്രദ്ധയില്ലാതെ ഒരു കാര്യങ്ങളും ചെയ്യാതെ പോകുന്നത് എന്നുള്ള രീതിയിൽ കുട്ടികളെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഇവരുടെ പാർട്ണർ ആണെങ്കിലും ഹസ്ബൻഡ് ആണെങ്കിലും, നിങ്ങൾക്കറിയില്ല, ഇവിടെ ഏറ്റവും മികച്ച ഭാര്യയാണ് ഞാൻ, ഇവിടെ ഏറ്റവും നല്ല രീതിയിൽ പെരുമാറിക്കൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ,
ആ രീതിയിൽ എല്ലാവരുടെ ഇടയിൽ ഇങ്ങനെ ഇടപെടുന്ന എന്നെ നാണം കെടുത്തുന്ന രീതിയിലാണ് നിങ്ങൾ ബിഹേവ് ചെയ്യുന്നത്. നല്ല സമ്പന്നനായിട്ടുള്ള ഒരാളെ കെട്ടേണ്ട ഞാനായിരുന്നു നിങ്ങളുടെ അടുത്ത് വന്ന് വിട്ടിട്ട് ഇത്രയും നല്ല രീതിയിൽ ജീവിക്കേണ്ട ഞാൻ, ഒരു രാജകുമാരിയെ പോലെ ജീവിക്കേണ്ട ഞാൻ നിങ്ങളുടെ അടുത്ത് കിടന്ന് നരയിക്കുകയാണ് എന്നുള്ള രീതിയിലുള്ള പെരുമാറ്റവും ഇവരുടെ പാർട്ണറായിട്ടുള്ള ആൾക്ക് നേരിടേണ്ടി വരും. പിന്നെ ഈ അയൽപ്പക്കത്തുള്ള ആൾക്കാരുടെയും കുടുംബത്തിലെ മറ്റുള്ളവരുടെയും ഈ മീറ്റിങ്ങുകളിലും ഇവൻറ്റുകളിലൊക്കെ പോകുമ്പോൾ ഇവർ ഭയങ്കര ബഡായി അടിക്കും. ബഡായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഞാൻ ഇന്ന് ഇവിടെ പോകുമ്പോൾ ഇന്ന് സ്കൂളിൽ പോയി ഞാൻ ടീച്ചറായിരുന്നു, ടീച്ച് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ പ്രസൻറ്റേഷൻ കണ്ട് പിള്ളേരെല്ലാം ഭയങ്കരമായിട്ട് എണീച്ച് നിന്ന് കൈയടിച്ചു, അവരെല്ലാവരും എന്നെ അപ്രീഷിയേറ്റ് ചെയ്തു. ഇങ്ങനെ ഓരോരോ കാര്യങ്ങളും എപ്പോഴും ഇവരെ തന്നെ ഇങ്ങനെ പൊക്കി ഇവരെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഈ രണ്ടാമത്തെ ഇവരുടെ ഒരു ബെസ്റ്റ് സൈനാണ് നീഡ് ഫോർ അഡ്മിറേഷൻ എന്നുള്ളത്. ഈ നീഡ് ഫോർ അഡ്മിറേഷൻ എന്ന് പറയുന്നത് പലപ്പോഴും നിങ്ങൾക്ക് എവിഡൻ്റായിട്ട് കാണാൻ കഴിയുന്നത് ഇവർക്ക് ഒബ്സസീവായിട്ട് ഇവർക്ക് വാലിഡേഷനും അഡ്മിറേഷനും വേണമെന്നുള്ളതാണ്. അവരെ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം, അവർക്കെപ്പോഴും അറ്റൻഷൻ കിട്ടിക്കൊണ്ടിരിക്കണം, അവർക്കെപ്പോഴും ഈ പറയുന്ന പോലെ മറ്റുള്ളവരെല്ലാവരും അവരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളൊരു കാര്യം വളരെ ഒബ്സസീവായിട്ട് ഇവരിൽ കണ്ടുവരും എന്നുള്ളതാണ്. അതിന് ബെസ്റ്റ് ആയിട്ടുള്ളൊരു എക്സാമ്പിളാണ് ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കോൺവെർസേഷൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ജനറലായിട്ടുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇവർ ഇന്നലെ എനിക്ക് സംഭവിച്ചത് നിങ്ങൾ അറിഞ്ഞായിരുന്നോ, അല്ലെങ്കിൽ ഇന്നലെ എനിക്ക് പറ്റിയത് നിങ്ങൾ അറിഞ്ഞായിരുന്നോ എന്നുള്ള രീതിയിൽ ആ കോൺവെർസേഷൻ അവരിലേക്ക് കൊണ്ടുവരും. എന്ത് കാര്യമാണെങ്കിലും എന്തിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാലും അവർ അത് കേൾക്കാനുള്ള തയ്യാറാവാതെ, അതെന്താണ് കേൾക്കാൻ നിങ്ങളെപ്പറ്റിയാണ് പറയുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് സംഭവിച്ച ഒരു വിഷമത്തെ പറ്റിയാണ് പറയുന്നതെങ്കിൽ അത് കേൾക്കാൻ തയ്യാറാവാതെ അവരിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കും ആ വിഷയം. ഞാൻ ഇന്നലെ അവിടെ പോയപ്പോൾ ഇങ്ങനെ സംഭവിച്ചത് കണ്ടില്ലേ, ഞാൻ ഇന്നലെ അത് ചെയ്തപ്പോൾ ഇങ്ങനെ വന്നത് കണ്ടില്ലേ, എന്നെ ആ സമയത്ത് എനിക്ക് അങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ പോയപ്പോൾ ഇങ്ങനെ സംഭവിച്ചു, എങ്ങനെ പറഞ്ഞുകൊണ്ട് ഇതിപ്പോൾ നിങ്ങൾ ചുറ്റും ഇരിക്കുന്ന ഇവരുടെ സുഹൃത്തുക്കളുടെ ഇടയ്ക്ക് ഇരിക്കുമ്പോഴാണെങ്കിലും ഇവർ ഒരുമിച്ച് ഇപ്പോൾ ഫാമിലിയിൽ ഇരിക്കുന്നതാണെങ്കിലും അവരായിരിക്കണം സെൻറ്റർ ഓഫ് അട്രാക്ഷൻ, അവരായിരിക്കണം സെൻറ്റർ ഓഫ് അറ്റൻഷൻ. എല്ലാവരും അവരെ ശ്രദ്ധിക്കണം, എല്ലാവരും അവർ പറയുന്നത് കേൾക്കണം. അങ്ങനെ ഒരു ഒബ്സസീവായിട്ടുള്ള ഒരു ബിഹേവിയർ കാണിക്കുന്നവരായിരിക്കും ഇവർ. അതുപോലെ തന്നെയാണ് ഭയങ്കര ഡ്രാമ. ഈ ഒരു കാര്യമായിട്ട് ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഹൈലി ഡ്രാമാറ്റിക് ആയിരിക്കും ഇവരെന്നുള്ളത്. കാരണം മറ്റുള്ളവരുടെ കാര്യത്തിൽ അനാവശ്യമായിട്ട് കയറി ഇടപെട്ട് അവരെ അതിലിടപെടുന്നതിലൂടെ അവിടെയുള്ള അറ്റൻഷൻ ഇവരിലേക്ക് നേടിയെടുക്കുക എന്നുള്ളൊരു കാര്യം ഇവർ ചെയ്തുകൊണ്ടിരിക്കും. ജലസി ഉള്ളതുകൊണ്ട് തന്നെ മറ്റുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും അവരുടെ ലൈഫിൽ എന്തെങ്കിലും നല്ല കാര്യം സംഭവിക്കുമ്പോൾ അതെങ്ങനെയെങ്കിലും നശിപ്പിക്കാനായിരിക്കും അവർ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ കാര്യത്തിൽ കയറി ഇടപെട്ടുകൊണ്ട് അങ്ങനെ പറയുക, ഇങ്ങനെ പറയുക, സ്വന്തമായിട്ട് അഭിപ്രായം പറയുക, ആവശ്യമില്ലാത്തടത്ത് കയറി ഇടപെടുക. അപ്പോൾ ആവശ്യമില്ലാത്ത കയറി ഇടപെടുമ്പോൾ അത് ആരെങ്കിലും ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ വിക്ടിം കാർഡ് എടുക്കാൻ തുടങ്ങും. ഞാനാണ് വിക്ടിം, ഞാൻ ഇത്രയും നല്ലൊരു കാര്യം ചെയ്തു തന്നിട്ട് നിങ്ങൾ എന്നോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്, ഞാൻ അവരുടെ നല്ല ഉദ്ദേശിച്ചാണ് ഞാൻ കയറി പറഞ്ഞത് അവിടെ, പക്ഷേ എന്നിട്ടാണ് നിങ്ങൾ എന്നെ ഇങ്ങോട്ട് പെരുമാറുന്നത്, നിങ്ങളെല്ലാവരും കൂടെ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നു, ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടും എന്നെ ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ വീർപ്പ് മുട്ടിക്കുന്നു എന്നുള്ളൊരു വിക്ടിം കാർഡ് ഇവരെപ്പോഴും എടുത്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. പിന്നെ മൂന്നാമത്തെ കാര്യം ലാക്ക് ഓഫ് എമ്പതി. നമ്മളെല്ലാ നാർസിസിസ്റ്റുകളെയും കാര്യം പറയുന്ന പോലെ തന്നെ ഇവിടെയും പറയേണ്ട ഒരു കാര്യം ലാക്ക് ഓഫ് എമ്പതി എന്നുള്ളതാണ്. അപ്പോൾ ഇവരുടെ കാര്യത്തിൽ ലാക്ക് ഓഫ് എമ്പതി ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നത് അവരുടെ മക്കളാണ്. ഇവരുടെ മക്കൾക്കല്ല അവർ പ്രയോറിറ്റി കൊടുക്കുന്നത്, അവർ പ്രയോറിറ്റി കൊടുക്കുന്നത് അവർക്ക് മാത്രമാണ്. അവരുടെ ലൈഫിനെ കുറിച്ചാണ് അവർക്ക് ചിന്ത, അവരുടെ സോഷ്യൽ ലൈഫിനെ കുറിച്ച് മാത്രമാണ് അവർക്ക് കൺസേൺ. അപ്പോൾ കുട്ടികളുടെ ഇമോഷണൽ നീഡ്സ്, കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങൾ, കുട്ടികൾക്ക് വേണ്ട സാമീപ്യം, അമ്മയുടേതായിട്ട് കുട്ടിക്ക് കിട്ടേണ്ട ഒരു കാര്യങ്ങളും ഇങ്ങനെ ഒരു സ്ത്രീയിൽ നിന്ന്, ഇങ്ങനെ ഒരു ഫീമെയിൽ ആയിട്ടുള്ള നാർസിസിസ്റ്റിൽ നിന്ന് കുട്ടികൾക്ക് കിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവരിലെ ലാക്ക് ഓഫ് എമ്പതി ഇവരുടെ സുഹൃത്തുക്കൾക്കും വളരെ വ്യക്തമായി കാണാനും മനസ്സിലാക്കാനും പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ഇവരുടെ സുഹൃത്തുക്കൾക്കിടയിൽ എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ള അയാളുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ, അയാളുടെ ബുദ്ധിമുട്ടുകൾ ഷെയർ ചെയ്യുമ്പോൾ, അയാൾക്കുണ്ടായ വിഷമങ്ങൾ ഇവരുടെ അടുത്ത് ഷെയർ ചെയ്യുമ്പോൾ ഇവർ വളരെ കണ്ണിങ് ആയിട്ടുള്ള ജോക്കുകൾ, തമാശകളൊക്കെ പാസ് ചെയ്യും. അല്ലെങ്കിൽ നീ ഇതൊക്കെ ഇത്ര സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമാണ്, ഇതൊക്കെ ചുമ്മാ കളഞ്ഞു കളയണം, ഞാനൊക്കെ ഇതൊക്കെ എപ്പോഴേ എനിക്കാണ് സംഭവിച്ചിരുന്നെങ്കിൽ ഇതൊക്കെ എപ്പോഴേ കളഞ്ഞേനെ എന്നുള്ള രീതിയിൽ എന്നിട്ട് ഇവരുടെ കാര്യം പറയാനായിട്ട് തുടങ്ങും. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് തന്നെ ഒരു തോന്നൽ ഇതെന്താ ഇവരിങ്ങനെ പെരുമാറുന്നത് എന്നൊരു തോന്നൽ ഈ സാഹചര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് മനസ്സിൽ തോന്നും എന്നുള്ളതാണ്. പിന്നെ നാർസിസിസ്റ്റുകളുടെ കാര്യം പറയുമ്പോൾ എപ്പോഴും നമ്മൾ എടുത്തു പറയാറുള്ള എൻറ്റൈറ്റിൽമെൻറ്റ് എന്നുള്ള കാര്യം നാർസിസിസ്റ്റിക് സ്ത്രീകളുടെ കാര്യത്തിലും എടുത്തു പറയേണ്ട ഒരു സൈനാണ്. മെയിൻ്റനൻസ് എഫേർട്ട് കൂടുതൽ കൊടുക്കേണ്ട ആൾക്കാരാണ് ഈ ഫീമെയിൽ നാർസിസിസ്റ്റുകൾ. അവരെ മേച്ചുകൊണ്ട് നടക്കാൻ ഭയങ്കര പാടാണ്. അവരുടെ സുഹൃത്തുക്കളാണെങ്കിലും അവരുടെ ഭർത്താവാണെങ്കിലും അവരുടെ പാർട്ണറാണെങ്കിലും അവരുടെ കൊളീഗ്സ് ആണെങ്കിലും ആരാണെങ്കിലും നിങ്ങളെപ്പോഴും അവർക്ക് ഫേവേഴ്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം, എപ്പോഴും അവർക്ക് ഗിഫ്റ്റുകൾ കൊടുത്തുകൊണ്ടിരിക്കണം, എപ്പോഴും അവരെ സൂചിപ്പിച്ചുകൊണ്ടിരിക്കണം, അറ്റൻഷൻ കൊടുത്തുകൊണ്ടിരിക്കണം. ഇത് വളരെ ഒബ്സസീവായിട്ട് അവർക്ക് ആവശ്യമാണ്. ഇത് എപ്പോഴും അവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. ഇത് എപ്പോഴൊക്കെ കിട്ടിയില്ലെങ്കിൽ
ഭയങ്കരമായിട്ട് ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യും. ഇപ്പോൾ ഇവരുടെ ഒരു ബർത്ത്ഡേ വരികയാണ്, എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരികയാണ്, അതൊക്കെ എല്ലാവരും ഓർത്തിരിക്കണം. അത് നേരത്തെ ഇവർ പ്ലാൻ ചെയ്യണം. നേരത്തെ ഇവർ പ്ലാൻ ചെയ്തത് എല്ലാ ഗിഫ്റ്റുകൾ ഇവർക്ക് കൊണ്ടുപോയി കൊടുക്കണം, ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യണം, എല്ലാ ഫേവേഴ്സും ഇവർക്ക് നിരന്തരം ചെയ്തു കൊടുക്കണം. ഇതൊന്നും ചെയ്തു കൊടുത്തില്ലെങ്കിൽ ഇവർ ഭയങ്കര അപ്സെറ്റ് ആവും. ഭയങ്കരമായിട്ട് അപ്സെറ്റായിട്ട് ഇവർ ട്രാൻഡ്രം കാണിക്കും. അവർ പല രീതിയിൽ എല്ലാവരും അവർ ബുദ്ധിമുട്ടിക്കും. റൂംമേറ്റ് ആയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും നാർസിസ്റ്റിക് ആയിട്ടുള്ള സ്ത്രീകളുടെ. അവർ ഈ പറയുന്ന പോലെ ഇവർക്ക് പാചകം ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ അവിടെയുള്ള കാര്യങ്ങൾ പണിയൊക്കെ ചെയ്തു കൊടുക്കുക, ക്ലീൻ ചെയ്ത് കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവർ ചെയ്യില്ല. ഇവരെന്തോ സുപ്പീരിയർ ആയിട്ടുള്ള ആളാണെന്നും നിങ്ങളെല്ലാം എനിക്ക് ചെയ്തു തരേണ്ടവരാണെന്നും എന്നുള്ളൊരു ഇമേജ് ആയിരിക്കും അവരവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അവരൊന്നും ചെയ്യുന്നുണ്ടാവില്ല. ബാക്കിയുള്ളവരെല്ലാവരും അവർക്ക് ഫേവേഴ്സ് ചെയ്തു കൊടുക്കണം, അല്ലെങ്കിൽ ഈ പണിയെല്ലാം അവർ ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് സെറ്റായിരിക്കും ഇവർക്ക് പ്രധാനമായിട്ടും ഉണ്ടാവുക. പിന്നെ നാർസിസ്റ്റിക് ആയിട്ടുള്ള സ്ത്രീകൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് മാനിപ്പുലേഷൻ വളരെ കണ്ണിങ് ആയിട്ട് യൂസ് ചെയ്യുന്നവരാണ് നാർസിസ്റ്റിക് ആയിട്ടുള്ള സ്ത്രീകൾ. അതിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നാർസിസ്റ്റിക് ആയിട്ടുള്ള ഭർത്താവിൻ്റെ കൂടെ നാർസിസ്റ്റിക് ആയിട്ടുള്ള ഭാര്യ നിങ്ങൾ പുറത്തേക്ക് പോകണതിന് ഇവൻ്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അവിടെ ഈ നിങ്ങൾ നാർസിസ്റ്റിക് ആയിട്ടുള്ള പാർട്ണർ അല്ലെങ്കിൽ ഭർത്താവ് എവിടെ നിങ്ങളോടൊപ്പം തന്നെ സമയം ചിലവഴിച്ചു, ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള സ്ത്രീയോടൊപ്പം തന്നെ സമയം ചിലവഴിച്ച് അവർക്ക് നിങ്ങൾ മാക്സിമം ടൈം കൊടുത്ത് അവരുടെ അടുത്ത് നിന്ന് നിങ്ങൾ പോകുന്നു. അവിടെ എപ്പോഴും അവരുടെ അടുത്ത് തന്നെ ഉണ്ടാകും. കാരണം ഇവരുടെ അടുത്ത് എപ്പോഴും നിങ്ങൾ ഉണ്ടാവണമല്ലോ. അങ്ങനെ ആയിരിക്കും നിങ്ങളെ ഇവർ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകണം. ഒരു പപ്പറ്റ് പോലെ ആയിരിക്കും കൺട്രോൾ ചെയ്യുന്നത്. ഇവരെപ്പോഴും ഡ്രസ്സ് ചെയ്യുന്നത്, ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള സ്ത്രീ എപ്പോഴും വളരെ അട്രാക്റ്റീവായിട്ടായിരിക്കും, വളരെ ക്യാച്ചിങ് ആയിട്ടായിരിക്കും ഡ്രസ്സ് ചെയ്യുന്നതും. അവർ ബാക്കിയുള്ളവരെല്ലാം അറ്റൻഷൻ അവർക്ക് വേണമല്ലോ, ആ രീതിയിലായിരിക്കും ഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം ഭയങ്കര ഓവറായിരിക്കും. അപ്പോൾ ചുറ്റുമുള്ള എല്ലാവർക്കും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലായി ഇതെന്താ ഇങ്ങനെ. ഇപ്പോൾ എന്തെങ്കിലും കുറച്ച് കാണാൻ ഭംഗിയുള്ളവരും കൂടെ ആണെങ്കിൽ അവർ ആ രീതിയിലൊക്കെ അതൊക്കെ എടുത്ത് കാണിച്ചുകൊണ്ട് അതൊക്കെ ആ ഒരു എന്താ പറയുക, അവരുടെ സൗന്ദര്യം പ്രകടമായി കാണിക്കുന്ന രീതിയിലായിരിക്കും എല്ലാ വസ്ത്രങ്ങൾ ധരിക്കുന്നതാണെങ്കിലും അവരുടെ മേക്കപ്പ് ചെയ്യുന്നതാണെങ്കിലും പല കാര്യങ്ങളും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു ഇവൻറ്റിന് പോയിട്ട് അവിടെ നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ ഒരു സുഹൃത്ത് വന്നു. അപ്പോൾ നിങ്ങൾ ആ സുഹൃത്തിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ സംസാരിച്ച് കുറച്ച് നേരം അവിടെ സംസാരിച്ച് നിന്നുപോയി. കുറേ നാളായിട്ട് കണ്ട ഒരാളാണ്, സുഹൃത്താണ്. അപ്പോൾ നിങ്ങൾ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് കുറച്ച് നേരം കഴിഞ്ഞ് നിങ്ങൾ ഹസ്ബൻഡിൻ്റെ അടുത്ത് കുറച്ച് നേരം കഴിഞ്ഞ് നിങ്ങൾ ഈ ഭാര്യയുടെ അടുത്ത് വരുമ്പോൾ, ഈ ഒരു നാർസിസ്റ്റിക് ആയിട്ടുള്ള ഫീമെയിലിൻ്റെ അടുത്ത് വരുമ്പോൾ അവർ നിങ്ങളോട് പറയും, നിങ്ങൾ എന്തൊരു മനുഷ്യനാണ്, നിങ്ങൾ എപ്പോഴും നിങ്ങൾ എന്നോട് ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ചോദിക്കും, അതിനെന്താ ഇപ്പോൾ എന്ത് പറ്റി, ഞാനിപ്പോൾ അവിടെ പോയിട്ട് വന്നല്ലേ ഉള്ളൂ, ഞാൻ എത്ര നേരം ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തെന്നറിയാമോ, ഞാൻ ഇത്രയും ഒരുങ്ങിക്കെട്ടി വന്നിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇവിടെയുള്ള എല്ലാവരും എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, നിങ്ങൾ അവിടെ പോയിട്ട് നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്ന പോലുമില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും കെയർ എന്നോട് ഉണ്ടായിരുന്നെങ്കിൽ, ഇത്തിരിയെങ്കിലും കെയർ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്നെ ഇത്രയും സമയം ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകുമായിരുന്നു. ഇങ്ങനെ ഇവർ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യും. ഇത് മിക്കവാറും ഇന്നസെൻ്റ് ആയിട്ടുള്ള വൾണറബിളായിട്ടുള്ള വളരെ ശാന്തം സ്വഭാവമുള്ള ആൾക്കാരെ ആയിരിക്കും ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്. നോ പറയാൻ പറ്റാത്ത പുരുഷന്മാരെ ആയിരിക്കും ഇവരുടെ എണ്ണങ്ങളായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ കൂടെ നിർത്താനായിട്ട് അവർ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഇവരുടെ ഭർത്താവായിട്ട് നിൽക്കുന്നത്. അങ്ങനെയുള്ളവരായിരിക്കാം മിക്കപ്പോഴും. അവർ പലപ്പോഴും ഇതിൽ ഭയങ്കരമായിട്ട് ട്രാപ്ഡായി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ റിയാലിറ്റിയെ തന്നെ ചോദ്യം ചെയ്യുന്നു. അയ്യോ, അപ്പം ഞാൻ ചെയ്തത് വളരെ മോശമായി പോയി, എന്നാൽ ഞാൻ അവളോട് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ഞാൻ ഇത്രയും സമയം ഞാൻ അവിടെ പോയില്ലേ, ഞാൻ സമയം ശ്രദ്ധിക്കാനുണ്ടായിരുന്നു, ഞാൻ കുറച്ചുകൂടെ ബെറ്ററായിട്ട് അവരുടെ ആ സമയത്ത് അവളോട് ട്രീറ്റ് ചെയ്യേണ്ടതായിരുന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കും. അത് നിങ്ങളെ വല്ലാണ്ട് കൺഫ്യൂസ് ചെയ്യിപ്പിക്കും, നിങ്ങളെ വല്ലാണ്ട് സഫർ ചെയ്യും എന്നുള്ളതാണ്. പിന്നെ അതുപോലെയാണ് ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള സ്ത്രീകളുടെ ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾ അവരുടെ തെറ്റായ കാര്യങ്ങൾ പോയിൻ്റ് ഔട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ, അത് അവരുടെ നല്ലതിന് വേണ്ടിയായിരിക്കും നിങ്ങൾ പറയുന്നത്. അപ്പോൾ അവർ പറയും, അങ്ങനെ ഒരു കാര്യമേ ഞാൻ ചെയ്തിട്ടില്ലല്ലോ, അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഞാൻ അവിടെ ചേഞ്ച് ആവേണ്ടത് എന്നുള്ള രീതിയിൽ നിങ്ങൾ ഗ്യാസ് ലൈറ്റ് ചെയ്യും. മൊത്തത്തിൽ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന് നിങ്ങൾ വിശ്വസിപ്പിക്കുമ്പോൾ നിങ്ങൾക്കാണ് പ്രശ്നമെന്നും, നിങ്ങൾക്ക് മാനസികമായിട്ട് എന്തോ ഹാലൂസിനേറ്റ് ചെയ്യുന്നുണ്ടെന്നും, നിങ്ങൾ ഇല്യൂഷനിൽ പല കാര്യങ്ങളും കാണുന്നുണ്ടെന്നും ഒക്കെ നിങ്ങളെ ഗ്യാസ് ലൈറ്റ് ചെയ്ത് ഇവർ ധരിപ്പിക്കും. പിന്നെ ഇവർ സ്ഥിരം പറയുന്നൊരു സാധനം, നിങ്ങൾ ഭയങ്കര സെൻസിറ്റീവാണ്, നിങ്ങൾക്ക് ഒരു ഇതുപോലും എടുക്കാൻ പറ്റുന്നില്ല. ഞാൻ ഒരു രീതിയിൽ എന്തെങ്കിലും നിങ്ങളടുത്ത് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നം തുടങ്ങും, നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങും, നിങ്ങൾ എന്നെ ക്രിട്ടിസൈസ് ചെയ്യാൻ തുടങ്ങും. അല്ലെങ്കിൽ നിങ്ങൾ ദേഷ്യപ്പെടുന്ന പോലും ഉണ്ടാവില്ല, പലപ്പോഴും നിങ്ങൾ കാമായിട്ടായിരിക്കും സംസാരിക്കുന്നത്, എന്നിരുന്നാൽ പോലും അവർ ഈ രീതിയിൽ പറയും. ഒരു തരത്തിലും ക്രിറ്റിസിസം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തവരാണ് നാർസിസ്റ്റുകൾ. ഫീമെയിൽ നാർസിസ്റ്റുകളും അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇവർ നിങ്ങളെ പൂർണ്ണമായിട്ട് എല്ലാവരിൽ നിന്നും അവരിലേക്ക് ഐസൊലേറ്റ് ചെയ്യും എന്നുള്ളത് കൊണ്ടും,
നിങ്ങളെ വളരെ അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ട് കേട്ടിരിക്കുന്ന പോലെ ധരിപ്പിച്ച ശേഷം ആ എമ്പതിയിലൂടെ അവർക്ക് കിട്ടിയ അല്ലെങ്കിൽ എമ്പതി അഭിനയിച്ചുകൊണ്ട് അവർക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് നിങ്ങൾക്കെതിരെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളെ കൺട്രോൾ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള ഐസൊലേഷൻ നിങ്ങളുടെ ലൈഫിൽ നേരിടാനും അത് നിങ്ങളുടെ സെൽഫ് എസ്റ്റീമിനെ ഭയങ്കരമായിട്ട് ബാധിക്കാനും കാരണമാകുന്നു. വളരെയധികം നിങ്ങളെ അത് അഫക്റ്റ് ചെയ്യും എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനകത്ത് ഹെൽപ്പ് എടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ഹെൽപ്പ് എടുക്കുക എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം തന്നെ പറയുന്നൊരു കാര്യമാണ് ഒരു പ്രൊഫഷണൽ തെറാപ്പിസ്റ്റിൻ്റെ ഹെൽപ്പ് എടുക്കുക എന്നുള്ളത്. നിങ്ങളൊരു പ്രൊഫഷണൽ തെറാപ്പിസ്റ്റിനെ കാണാൻ പോവുക, അവരുടെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറയുക. അപ്പോൾ അവർക്ക് ബെറ്ററായിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യാനും നിങ്ങളുടെ സിറ്റുവേഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കിയ ശേഷം നിങ്ങൾക്ക് വേണ്ട സൊല്യൂഷൻസ് പറഞ്ഞു തരാനും അവർക്ക് പറ്റും. ഒരു പക്ഷേ അങ്ങനെ ഒരു തെറാപ്പിസ്റ്റിനെ കാണാൻ പോകുന്ന ഒരു ലൈഫ് ചേഞ്ചിങ് ഡിസിഷൻ ആയിരിക്കാം. പലപ്പോഴും നമ്മളങ്ങനെ ഒരു തെറാപ്പിസ്റ്റിനെ കാണാൻ പോകുമ്പോഴാണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് റിവീൽ ആവുന്നത്. നമ്മൾ ഇത്രയും നാൾ അനുഭവിച്ചുകൊണ്ടിരുന്ന എന്താണെന്നും അത് എത്രത്തോളം നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്നും നമുക്ക് അതുകൊണ്ട് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെന്നും അതിൽ നമ്മൾ മാറ്റേണ്ട കാര്യങ്ങൾ എന്താണെന്നും നമുക്ക് സപ്പോർട്ടീവായിട്ടുള്ള ആൾക്കാരെ എങ്ങനെ കണ്ടെത്താമെന്നും അവരിലേക്ക് എങ്ങനെ എത്തിപ്പെടാമെന്നും അവരെ എങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ കൂട്ടായി നിർത്തേണ്ടതെന്നും എന്നുള്ള എല്ലാ കാര്യങ്ങളും ഈ തെറാപ്പിസ്റ്റിലൂടെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. കാരണം അവർ പ്രൊഫഷണലി ട്രെയിൻഡാണ് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതിലും നിങ്ങൾക്ക് ആ ഒരു ബിഹേവിയറൽ തെറാപ്പി ചെയ്യുന്നതിലും ഒക്കെ. ഒരു പ്രൊഫഷണൽ തെറാപ്പിസ്റ്റിൻ്റെ ഹെൽപ്പാണ് ആദ്യം എടുക്കേണ്ടതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ നാർസിസിസം അവയർനെസ്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ്. അപ്പോൾ ഇത് പലപ്പോഴും ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇതിൽ 1-2 സയൻസ് എടുത്തിട്ട് ഇവർ നാർസിസ്റ്റിക് ആണെന്നൊക്കെ മുദ്ര കുത്താനും ആ രീതിയിൽ പ്രവർത്തിക്കാനും ഒക്കെ ഉള്ളൊരു പ്രവണതകളൊക്കെ വളരെയധികം കാണുന്നൊരു കാര്യമാണ്. ഒരുപാട് പേരുടെ ഇടയിൽ കാണുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് പ്രൊഫഷണലി ഡയഗ്നോസ് ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ഈ ആൾക്ക് NPD ആണെന്ന് ഉറപ്പ് വരുത്തേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അത് 1-2 സൈൻ വെച്ചിട്ട് അല്ലെങ്കിൽ 1-2 എക്സാമ്പിൾ വെച്ചിട്ട് ഇയാൾ അങ്ങനെയാണെന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കില്ല. ഇതിൽ ഭൂരിഭാഗം എക്സാമ്പിൾസും ഭൂരിഭാഗം കാര്യങ്ങളും ഒരാളിൽ ഒത്തുവരുമ്പോഴാണ് അവർ NPD ആണെന്ന് നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ ഈ ഒരു തെറാപ്പിസ്റ്റിൻ്റെ സഹായത്തോടു കൂടിയേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു തെറാപ്പിസ്റ്റിനെ സമീപിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രൈമറി ആയിട്ട് ചെയ്യേണ്ട കാര്യം. രണ്ടാമതാണ് ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യം വരുന്നത്. ഇപ്പോൾ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ മിക്കവാറും ഞാൻ എല്ലാ നാർസിസ്റ്റിക് അബ്യൂസിൻ്റെ വീഡിയോ ചെയ്യുമ്പോഴും അബ്യൂസ് റിക്കവറിയുടെ ഭാഗമായിട്ട് പറയുന്നൊരു കാര്യമാണ് ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക എന്നുള്ളത്. നിങ്ങൾ നാർസിസ്റ്റുമായിട്ട് ക്ലിയർ കട്ടായിട്ടുള്ള ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക. ഏറ്റവും കഴിവതും കോൺടാക്റ്റ് അവോയ്ഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവോയ്ഡ് ചെയ്യുക. നോ കോൺടാക്റ്റ് പോകുന്നതാണ് ഏറ്റവും ബെറ്റർ. ഒരുവിധമൊക്കെ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്ത് പോകാൻ പറ്റുന്ന നാർസിസിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ ഒരുവിധം അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി മാത്രം ആ രീതിയിൽ നിൽക്കുക നാർസിസിസ്റ്റുമായിട്ട്. പിന്നെ ബൗണ്ടറീസ് ഫേമാക്കി വെക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. പിന്നെ ഒരു സപ്പോർട്ട് സിസ്റ്റം ബിൽഡ് ചെയ്യേണ്ടതും പലപ്പോഴും നമുക്ക് തെറാപ്പിസ്റ്റ് വഴിയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അതുതന്നെ പോസിറ്റീവായിട്ടുള്ള ആൾക്കാരെ, നിങ്ങൾക്ക് ചുറ്റുമുള്ള പോസിറ്റീവായിട്ടുള്ള ആൾക്കാരെ, കൃത്യമായിട്ട് നിങ്ങളെക്കാളും ബെറ്ററായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരെ, അല്ലെങ്കിൽ നമ്മളെക്കാളും ബെറ്ററായിട്ട് നമ്മളെ ഗൈഡ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരെ, നമുക്ക് നല്ല അഡ്വൈസസ് തരാൻ കഴിവുള്ള ആൾക്കാരെ കൂടെ നിർത്തുക എന്നുള്ളതാണ്. നിങ്ങൾക്കുള്ളിൽ ഞാനൊരു തെറ്റും പർപ്പസ്ഫുള്ളി ചെയ്തിട്ടില്ല എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് സ്വാഭാവികമായിട്ട് ഒരു നർച്ചറിങ് ആയിട്ടുള്ള സ്പേസിൽ നിങ്ങൾ സെൽഫ് കെയർ ശ്രദ്ധിച്ച് പോവുകയാണെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് ഉയർന്നു വരികയും ആ കോൺഫിഡൻസിലൂടെ നിങ്ങൾക്ക് സെൽഫ് ലവ് ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ സെൽഫ് കെയറിന് പ്രയോറിറ്റി കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. പിന്നെ ഒരു കാര്യം എനിക്ക് പ്രത്യേകം ഈ വീഡിയോയുടെ അവസാനം പറയേണ്ടതായിട്ടുണ്ടായിരുന്നു. അത് ഈ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നാർസിസിസം അവയർനെസ്സിന് വേണ്ടി ചെയ്യുന്ന വീഡിയോസാണ്. ഇതിൻ്റെ പ്രധാന പർപ്പസ് എന്ന് പറയുന്നത് വിക്ടിം ആകപ്പെടുന്ന ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. വിക്ടിം ആക്കപ്പെടുന്നവരാരാണോ, ഒപ്രസ് ചെയ്യപ്പെടുന്നവരാരാണോ അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ ഐഡിയോളജി. അതിനനുസരിച്ച് തന്നെയാണ് ഞാൻ വീഡിയോകൾ ചെയ്യുന്നത്. ഇതുവരെ എല്ലാ വീഡിയോസും ആ രീതിയിൽ തന്നെയാണ് ചെയ്തു പോയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഹരാസ് ചെയ്യുന്നവർക്കും ഇൻസൾട്ട് ചെയ്യുന്നവർക്കും അല്പത്തരം കാണിക്കുന്നവർക്കും വേണ്ടിയുള്ള സ്പേസ് അല്ല എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിന്ന് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ.